ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, എല്ലാവർക്കും മൈ ഡ്രീം മാളൂട്ടിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ഇന്നിപ്പോൾ നമ്മുടെ മാളൂട്ടിയിൽ സ്കൂള് തുറക്കുകയാണ് കേട്ടോ. കുറേ നാൾക്ക് ശേഷമാണ് മാളൂട്ടി സ്കൂളിലേക്ക് പോകാൻ പോണേ. 2 മാസത്തെ വെക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പത്തിനാണ് കേട്ടോ ഞാൻ ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ മാളൂന് ചാറ് കറിയൊന്നും സ്കൂളിൽ കൊണ്ടുപോകുന്ന ഇഷ്ടമല്ല കേട്ടോ. അപ്പത്തിന് സ്റ്റൂ ആണ് വയ്ക്കാനിരിക്കണം. അപ്പം ചാറാണല്ലോ, അവർക്ക് 10 മിനിറ്റ് കേട്ടോ ബ്രേക്ക് ഉള്ളൂ. ആ സമയം കൊണ്ട് കഴിച്ച് കഴിയുകയും ചെയ്യണം. ആൾക്ക് അതൊക്കെ ആയിരിക്കും കാരണം ചാറൊന്നും വേണ്ടെന്ന് പറയാം. അപ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണേ ഇഷ്ടം. ഇത് ബ്രെഡ് ചെറുതായിട്ട് മുറിച്ചിട്ട് മുട്ടയും പാലും ഇച്ചിരി പഞ്ചസാരയൊക്കെ ഇട്ട് ഒന്ന് മിക്സാക്കി മുരിച്ചു കൊടുത്തോളൂ കേട്ടോ. വലിയ പണിയൊന്നുമില്ല, നമുക്ക് ഈസിയാണ്. പക്ഷെ എനിക്ക് ഇങ്ങനത്തേനേക്കാളും ഇഷ്ടം നമ്മൾ നാടൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു പറഞ്ഞു കേട്ടോ. പക്ഷെ ആൾക്ക് എളുപ്പം അതാന്ന് പറഞ്ഞ കാരണം ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുവേ. ഇതാണ് മാളുവിൻ്റെ ഫേവറേറ്റ് കേട്ടോ, എപ്പോഴും സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട്. അപ്പം ഞാനിത് ഉണ്ടാക്കണ സമയത്ത് മാളു കുളിച്ച് റെഡിയായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇപ്പം നിർദ്ദേശം തന്നിട്ട് പോയതാണ്, പാലും മുട്ടയും പാലും കൂടെ ശരിക്കും മിക്സ് ആക്കണം, എല്ലാത്തിലും വരട്ടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഞാൻ ഉണ്ടാക്കുമ്പോൾ സാധാരണ എൻ്റെ കൂട്ടത്തിൽ വന്ന് അത് ചെയ്യാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ സമയമില്ലല്ലോ, പിന്നെ ആദ്യത്തെ ദിവസമായതുകൊണ്ട് ഒന്ന് സെറ്റായി വരണവരെയും വേഗം റെഡിയായി പോയി നിൽക്കണം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡാണെങ്കിൽ എളുപ്പം കഴിയും കേട്ടോ, 5 മിനിറ്റത്തെ പരിപാടിയുള്ളൂ. ഞാനത് ഉണ്ടാക്കുമ്പോഴത്തേനും മാള് കുളിച്ച് റെഡിയായി വന്നോളും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് സ്നാക്സ് കൊടുത്തു വിടും. അത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കപ്പയായിട്ടോ കൊടുത്തു വിടുന്നേ. ഒരു ബസ്സിൽ ഇരുന്നോ സ്കൂളിൽ ഇരുന്നോ എല്ലാവരെയും കൂടെ ഷെയർ ഇട്ട് കഴിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ സ്നാക്സ്. അപ്പോൾ അത് മിക്കപ്പോഴും കൊടുത്തു വിടും. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഐറ്റംസ് തീരണവരെ അതായിരിക്കും കേട്ടോ മാളുവിൻ്റെ സ്നാക്സ്. എല്ലാം കഴിഞ്ഞു, മാളൂട്ടി റെഡി ആയിട്ടുണ്ട്. മാളൂട്ടിയുടെ പുതിയ ലഞ്ച് ബാഗാണ്. മാളു ഇതിനകത്ത് നല്ലൊരു കീ ചെയിനൊക്കെ ഇട്ടിട്ടുണ്ട്. ഉദ്ഘാടനമാണ്. ബാഗ് റെഡി. ഇത് പഴയ ബാഗ് തന്നെയാണ്, പക്ഷെ ഇത് നിറച്ച് കീ ചെയിൻ ഇട്ടിട്ടുണ്ട്. ഇത് മാളു ഉണ്ടാക്കി കീ ചെയിൻ കേട്ടോ. ബ്ലൂവിന് ബ്ലൂ വാട്ടർ ബോട്ടില്. മാളുവിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് മാളു പ്രാർത്ഥിക്കാനായിട്ട് തല കഴുകാറില്ല കേട്ടോ സ്കൂളിൽ പോണ സമയത്ത് രാവിലെ. ദിവസങ്ങൾക്ക് ശേഷം മാളുക്കുട്ടി സ്കൂളിലേക്ക് പോവുകയാണ്. ചൂട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ, പക്ഷെ റൂമിലിരിക്കുമ്പോൾ നല്ല ചൂട്. ബസ് വന്നിട്ടുണ്ട് കേട്ടോ, അതേ ബസ് വന്നിട്ടുണ്ട്. ഇന്ന് മാളും ഒറ്റയ്ക്ക് കേട്ടാ, കെസിയ ഇല്ല. കെസിയ എന്താ വരാത്തതെന്ന് അറിയില്ലേ. പിന്നെ ബസ്സിലാണെങ്കിലും കുട്ടികളൊക്കെ കുറവാട്ടോ. എല്ലാവരും നാട്ടിൽ പോയിട്ട് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. കുറേ പേരൊക്കെ, കുറച്ച് പേരേ ഉള്ളൂ ബസ്സിലും. അപ്പം സ്കൂളിൽ ഇന്ന് ബോറടി ആയിരിക്കും. ബസ് ഇങ്ങനെ നിർത്തിയിട്ട് ഏട്ടായാലും വണ്ടി വരണത് നോക്കിയിട്ടായിട്ട് കയറുള്ളൂ. പിന്നെ അവർക്ക് കെയർ ടേക്കർ ഉണ്ട് നോക്കാനായിട്ട്, അവർ പറഞ്ഞിട്ടേ കയറുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമുക്ക് അടുത്ത് ചെന്നൊന്നും നിൽക്കേണ്ട കാര്യമില്ല. അങ്ങനെ മാളുക്കുട്ടി പോയി. ഇന്ന് വലിയ സന്തോഷമൊന്നുമില്ല കേട്ടോ. ഇന്ന് ഷാൻവിയും താൻവിയും വന്നിട്ടില്ല നാട്ടിൽ നിന്ന്, അതുകൊണ്ട് അവരില്ല. പിന്നെ മെറീസയുണ്ട്, അവർ 4 പേരാണ് കേട്ടോ കൂട്ട്. മെറീസ പക്ഷെ വേറെ ക്ലാസ്സിലാണ്, ബസ്സിന് മാത്രമേ കൂട്ടുണ്ടാവുള്ളൂ. അത് കാരണം വലിയ സന്തോഷമൊന്നുമില്ല കേട്ടോ. സ്കൂളിൽ പോയി 4 പേരും കൂടി ഉണ്ടെങ്കിൽ അവർക്ക് രസമുള്ളേ. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പണികളിലേക്ക് കിടക്കാം. മാളുവിനെ വിട്ടിട്ട് വന്നിട്ട് എൻ്റെ കുളി കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാനും ഇന്നലെ തല കഴുകിയായിരുന്നു, അതുകൊണ്ട് ഇന്ന് തല കഴുകിയില്ല. ഇവിടുത്തെ വെള്ളത്തിൽ തല കഴുകൽ റിസ്ക്കാണ് കേട്ടോ. അതേ അപ്പം നന്നായി പൊളിച്ചിട്ടുണ്ട്. അപ്പം നല്ലോണം പൊളിച്ചിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇന്നത്തെ അപ്പം സെറ്റാവുമെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ പൊളിച്ച് നല്ലോണം പൊങ്ങിയൊക്കെ വന്നാലും ചുടണ സമയത്ത് ചില സമയത്ത് സെറ്റാവില്ല കേട്ടോ. അത് കാരണം അപ്പം ഉണ്ടാക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. അങ്ങനെ അപ്പോൾ ഇഷ്ടമാണ്. അനീഷേട്ടനെ എഴുന്നേറ്റുണ്ട്. ഞങ്ങളുടെ കാലിച്ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ സെറ്റായിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ല. ഇന്ന്
സ്റ്റൂവിനായിട്ട് തേങ്ങാപ്പാൽ പിഴിയാനായിട്ട് തേങ്ങയിൽ ഫ്രീസറിൽ വെച്ചേക്കുന്നതുകൊണ്ട് തേങ്ങാപ്പാൽ ഇട്ടാൽ പാടായിട്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ചിട്ട് അതൊഴിച്ച് കുറച്ച് നേരം ആറിയതിന് ശേഷം അരച്ചിട്ട് പിഴിഞ്ഞെടുക്കും കേട്ടോ. അപ്പോൾ നല്ല തേങ്ങാപ്പാൽ കട്ടപ്പാൽ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ചൂടുവെള്ളം ഒഴിച്ച് വെക്കണേ. പിന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തു. ഇനി നമുക്ക് തടപ്പത്തി വെക്കാം. ഒറ്റ ബിസിൽ മതി കേട്ടോ. അപ്പോൾ ചെറുതായിട്ടുള്ള അരി തന്നെ, അപ്പോൾ പെട്ടെന്ന് വേവും. അങ്ങനെ ദേ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറി ഉണ്ടാക്കാം. സ്റ്റൂ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമുള്ള പണിയാണ്. നേരത്തെ ഞാൻ വിചാരിച്ചിരുന്നത് ഭയങ്കര പാടാണ്. പിന്നെ ഇവിടുത്തെ ക്യാരറ്റ് നല്ല കളർ ഇളകും കേട്ടോ. വിഷമാണോ അതോ അതിന് നാച്ചുറൽ കളറാണോ എന്നൊന്നും അറിയില്ല കേട്ടോ. എപ്പോൾ സ്റ്റൂ ഉണ്ടാക്കിയാലും വെള്ള കളറിൽ നിന്ന് മാറി ഒരു ചുവപ്പ് കളർ വരും. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയൊക്കെ തീരാറായി. ക്ലീനിങ്ങും കഴിഞ്ഞു. കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചതായിരുന്നു കേട്ടോ ഈ ചട്ടിയിൽ. അപ്പോൾ ഇന്ന് നമുക്കത് റെഡിയാക്കി എടുക്കാം. ഒരു ദിവസം മൊത്തം ഇരുന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നല്ലതായിട്ട് അടുപ്പിൽ വെച്ച് തിളപ്പിച്ച് കുറേ അങ്ങ് സമയം തിളപ്പിച്ച് എടുത്ത് കഴിയുമ്പോൾ ചൂടായി തിളയ്ക്കാറായിട്ടുണ്ട് കേട്ടോ. ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചട്ടി. ഇനി ഇതൊന്ന് ഒരു ഇച്ചിരി നേരം കൂടി ഇരുന്നിട്ട് നമുക്കത് തണുക്കാൻ വെക്കണം. തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കൂടി ഇരുന്ന് അതിനകത്ത് ഇരുന്ന് തിളച്ച് അതിൻ്റെ തണുപ്പ് ആയി കഴിയുമ്പോൾ ചൂടാറി തണുപ്പാവുമ്പോഴത്തേനും നമുക്ക് കളഞ്ഞിട്ട് പിന്നെ ഒന്നോടെ വെള്ളത്തിൽ മുക്കിയിടണം. മുക്കിയിട്ടതിന് ശേഷം കുറച്ച് നേരം ഒരു 5-6 മണിക്കൂർ മുക്കിയിട്ട് എന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേനും അതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷം നമ്മൾ എണ്ണ വേണമെങ്കിൽ തടവിയാൽ മതി. എണ്ണ തടവിയാൽ ഇച്ചിരിയോടെ സ്മൂത്തായിട്ട് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഈ ചട്ടിമയ്ക്കിൻ്റെ ഒരു പരിപാടി ഇവിടെ കഴിഞ്ഞു. ഇനി ഇത് കളഞ്ഞ് വെള്ളത്തിൽ നല്ലോണം മുക്കിയിട്ടാൽ മതി. അപ്പോൾ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും അനീഷേട്ടൻ ഓഫീസിൽ പോകാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നാളെ നേരത്തെ പോയല്ലോ. ഇനിയിപ്പോൾ ഞങ്ങൾ രണ്ടും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അനീഷേട്ടനും പോവും. അപ്പോൾ അതിന് ശേഷമാണ് കേട്ടോ ഞാൻ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അങ്ങനെ അനീഷേട്ടനും പോയി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. Thanks for watching. Bye bye.